ഹായ് മക്കൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ നീരുകുടിയൻ മാങ്ങ ഒരു 10 ഉണ്ട്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഊരിക്കളഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ പഴുപ്പ് കൂടിപ്പോയി കുറച്ച്. എനിക്കിടയിൽ 3-4 ദിവസമായി. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ട് ഞാൻ കറി വയ്ക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി വൈകിപ്പോയി. എനിക്കൊരു കല്യാണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഞാനിതാ തൊലി കളഞ്ഞ മാങ്ങ നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് വെറുതെ ചീന്തി കളയാണ് ചെയ്തിരിക്കണം. ചത്രയ്ക്കും പഴുത്തു. പിന്നെ നീരുകുടിയനാണല്ലോ, ഞാൻ ചീന്തി എളുപ്പത്തിൽ വരും. ഇനി ഞാൻ ചട്ടിയിലേക്ക് ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പച്ചമുളക് ഒരു 4 നടുകീറി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ പാനി ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ശർക്കരപ്പാനി അപ്പുറത്തൊരു ഇതിൽ വെച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2.5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിയ ഒരു എണ്ണ വലുതായിരുന്നു, അത് 2 എണ്ണം എന്നിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് പറയുന്ന നേരം കൊണ്ട് കറി ആവട്ടെ, ഇത്തിരി നേരം മതിയേ. എന്നിട്ട് വെച്ചാൽ ഇത്രയും പഴുത്ത മാങ്ങയും കൂടി ആയതുകൊണ്ട് കുക്കാവാൻ ഒട്ടും സമയം വേണ്ട. 1-2 തളയൊക്കെ തിളയ്ക്കുമ്പോഴേക്കും സംഭവം സെറ്റാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ച് സംഭവം സെറ്റായി ഇത് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഒരു അപ്പുറത്തടുപ്പുമ്പോൾ ഒരു ഇത് വെച്ച് കൊടുക്കാം, ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്യാം. 2 ഉണക്കമുളക്, വറ്റൽമുളകില്ലേ, അതും കൂടി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കറി എടുത്ത് ഉപയോഗിക്കാം. നല്ല രുചിയാട്ടാം. നല്ല രുചി എന്ന് വെച്ചാൽ നല്ല രുചിയാണ്, അപാര രുചിയാണ്. നിങ്ങൾ ആരെങ്കിലും കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. നമുക്കിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും. അതിലത്തെ ആ മാങ്ങയില്ല, അത് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാം. കുറേ എണ്ണം എത്ര കഴിച്ചാലും നമുക്ക് പിന്നെയും കഴിക്കണം എന്ന് തോന്നും. അങ്ങനെ ഭയങ്കര രസമാണ്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട, ആ കൂട്ടാനായിട്ട് ഒരു ബന്ധവുമില്ല. പുളിശ്ശേരിയൊക്കെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചു തുടങ്ങിയാൽ പിന്നെ ഞാൻ ഓണം വിഷുവിന് മാത്രമാണ് മാമ്പഴക്കറി വെക്കാറുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.